ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റിലേഷൻസ് അഥവാ ബന്ധങ്ങളാണ്. റിലേഷൻസ് നോക്കുന്നതിന് മുൻപായിട്ട് ആദ്യം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ഡിനോട്ടഡ് ആൻഡ് ഡിഫൈൻഡ് ബൈ എ ക്രോസ് ബി ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ബിലോങ് ടു ക്യാപിറ്റൽ എ ആൻഡ് ബി ബിലോങ് ടു ക്യാപിറ്റൽ ബി. ഓക്കെ, അപ്പോൾ എ ബി എന്നിവ രണ്ട് സെറ്റുകളാണ്. ദെൻ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് നമുക്ക് എ ക്രോസ് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഓർഡേർഡ് പെയർ എ ബി ആണ്. ആ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് എയിലെ എലമെൻറ്റും ദെൻ സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് സെറ്റ് ബിയിലെ എലമെൻറ്റും ആയിരിക്കും. ഓക്കെ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതിനർത്ഥം എ ക്രോസ് ബിയും ബി ക്രോസ് എയും എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഡിഫറെൻ്റ് ആണ്. ആയതിനാൽ നമുക്ക് എന്ത് പറയാം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എൻ ഓഫ് എ ഈക്വൽ ടു എമ്മും എൻ ഓഫ് ബി ഈക്വൽ ടു എന്നും ആണെങ്കിൽ, അതായത് എ എന്ന സെറ്റിനകത്ത് എം എലിമെൻസും ബി എന്ന സെറ്റിനകത്ത് എൻ എലിമെൻസുമാണ് ഉള്ളതെങ്കിൽ എ ക്രോസ് ബിക്കകത്ത് എം ഇൻറ്റു എൻ. ഓക്കെ, എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? എം ഇൻറ്റു എൻ എലിമെൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ അതുപോലെ എൻ ഓഫ് എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ഇൻറ്റു എൻ ഓഫ് സി ആണ്. ഓക്കെ, എ ക്രോസ് ബി ക്രോസ് സിയിലെ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുള്ള എലിമെൻറ്റ് എത്രയാണോ അതേ ഇൻറ്റു ബിയിലുള്ള നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻറ്റു സിയിലുള്ള നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് എ എന്ന് പറയുന്നത് 1, 2ഉം ബി എന്ന് പറയുന്നത് സെറ്റ് 3, 4ഉം ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കൂ. എയിലുള്ള ഓർഡേർഡ് പെയറിൽ എയിലുള്ള എലമെൻറ്റും ബിയിലുള്ള എലമെൻറ്റും ആയിട്ടാണ് എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ നോക്കൂ, ഓർഡേർഡ് പെയർ 1, 3 ആണ്. 1, 3 എന്ന് പറയുമ്പോൾ ആ 1 എന്ന് പറയുന്നത് സെറ്റ് എയിലെ എലമെൻറ്റും 3 എന്ന് പറയുന്നത് സെറ്റ് ബിയിലെ എലമെൻറ്റും ആണ്. നെക്സ്റ്റ് 1, 4 ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് 1 എയിലുള്ള എലമെൻറ്റും 4 ബിയിലുള്ള എലമെൻറ്റും ആണ്. ഓക്കെ, നെക്സ്റ്റ് 2, 3ഉം 2, 4ഉം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് എയിലുള്ള ഓരോ എലമെൻറ്റിനെയും സെറ്റ് ബിയിലുള്ള ഓരോ എലമെൻറ്റിലോട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഓർഡേർഡ് പെയറിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആദ്യം ഇതിൽ 1 എടുക്കുന്നു, ബിയിൽ 3 എടുക്കുന്നു. നെക്സ്റ്റ് എയിൽ 1 എടുക്കുന്നു, ബിയിൽ 4 എടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ എയിൽ 2ഉം 3ഉം ആയിട്ട് ഓർഡേർഡ് പെയറിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എയിൽ 2ഉം ബിയിൽ 4ഉം ആയിട്ടും. അങ്ങനെ എയിലുള്ള ഓരോ എലമെൻറ്റും ബിയിലുള്ള ഓരോ എലമെൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഓർഡേർഡ് പെയറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് റിലേഷൻ എന്താണെന്ന് നോക്കാം. റിലേഷൻ അഥവാ ബന്ധം എന്നാണ് പറയുന്നത്. ലെറ്റ് എ ആൻഡ് ബി ബി ടു നോൺ എംപ്റ്റി സെറ്റ്സ്. ഓക്കെ, എയും ബിയും രണ്ട് നോൺ എംപ്റ്റി സെറ്റുകളാണ്. ദെൻ റിലേഷൻ ആർ ഫ്രം എ ടു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, എ ക്രോസ് ബി എന്താണെന്ന് കണ്ടു, അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും റിലേഷൻ എന്ന് പറയുന്നത്. ഇഫ് എ ക്രോസ് ബി കൺസിസ്റ്റ് ഓഫ് എം ഇൻറ്റു എൻ ഓർഡേർഡ് പെയേഴ്സ് ദെൻ ദി ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഈസ് 2⁻mn. ഓക്കെ, എ ക്രോസ് ബിയിൽ എം ഇൻറ്റു എൻ ഓർഡേർഡ് പെയേഴ്സ് ആണ് ഉള്ളതെങ്കിൽ, ഇപ്പം നേരത്തെ നമ്മൾ കണ്ടു എൻ ഓഫ് എ ഈക്വൽ ടു എമ്മും എൻ ഓഫ് ബി ഈക്വൽ ടു എന്നും ആണെങ്കിൽ എ ക്രോസ് ബിക്കകത്ത് എം ഇൻറ്റു എൻ എലിമെൻറ്റ്സ് ഉണ്ടെന്ന്. ഓക്കെ, അങ്ങനെ എ ക്രോസ് ബിയിൽ എം ഇൻറ്റു എൻ ഓർഡേർഡ് പെയേഴ്സ് ആണ് ഉള്ളതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫൈൻഡ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2m ഇൻറ്റു എൻ ആണ്. ഓർത്ത് വെച്ചോളൂ, 2m ഇൻറ്റു എൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ എ ആൻഡ് വൈ ബിലോങ് ടു ക്യാപിറ്റൽ ബി. എക്സാമ്പിൾ റിലേഷൻ നോക്കൂ. ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ 1, 1, 2, 4, 3, 9. ദെൻ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ്. അപ്പോൾ റിലേഷന് ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് രണ്ട് ഓവൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഷേപ്പിൽ ഇതിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1, 2, 3. ദെൻ സെക്കൻഡ് നോക്കൂ, ഇതിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ റിലേഷൻ എങ്ങനെയാണ്? 1ന് 1ലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 1ന് 1ലോട്ട് മാപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് 2 to 4 ആണ്. അപ്പോൾ 2ന് 4ലോട്ട് മാപ്പ് ചെയ്യുന്നു. 3 to 9 ആണ്. ഓക്കെ, അപ്പോൾ 3ന് 9ലോട്ട് മാപ്പ് ചെയ്യുന്നു. ഓർഡേർഡ് പേരിൽ എന്താണ്? അതുപോലെ ആദ്യത്തെ എലമെൻറ്റ് സെറ്റ് എയിലുള്ള എലമെൻറ്റും അടുത്തത് സെറ്റ് ബിയിലുള്ള എലമെൻറ്റും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് റിലേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്, ഡൊമൈൻ അഥവാ മണ്ഡലം. ഓക്കെ, അപ്പോൾ ഈ മലയാളം വേർഡ് എന്തായാലും പഠിച്ചോളൂ. മണ്ഡലം എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണമല്ലോ. ഡൊമൈനെയാണ് എന്ത് പറയുന്നത്? മണ്ഡലം എന്ന് പറയുന്നത്.
For any relation R from A to B, the domain is the set of all those elements A belong to capital A such that ordered pair AB belong to R for some B belong to B. Okay. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷനാണ് ആർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് എലമെൻ്റ് ഉണ്ടല്ലോ, ആ റിലേഷനിൽ വരുന്ന ഫസ്റ്റ് എലമെൻറ്റ് ദാറ്റ് ഈസ് എ ബിലോങ് ടു ക്യാപിറ്റൽ എ. ഓക്കെ, അതിൽ ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്നത് എന്താണ്? റിലേഷനിലെ എലമെൻ്റ് ആണ് അല്ലേ. ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്നത് ആറിലെ എലമെൻ്റ് ആണെങ്കിൽ അതിൽ ഫസ്റ്റ് എലമെൻ്റായ എയിനെ, ഓക്കെ, എ ബിലോങ് ടു ക്യാപിറ്റൽ എ, ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ഡൊമെയിൻ അഥവാ മണ്ഡലം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആർ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷനാണ്. അതിലെ എലമെൻസിന് നമുക്ക് ഓർഡേർഡ് പെയർ എ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എ ബി ബിലോങ് ടു ആറും അതിൽ എ എന്ന് പറയുന്നത് ബിലോങ് ടു ക്യാപിറ്റൽ എയും ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിലെ എനെ, അതായത് ഫസ്റ്റ് സെറ്റിലുള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഓക്കെ, റിലേഷനിലെ ഓരോ എനെയും നമുക്ക് എന്ത് പറയാം? ഡൊമെയിൻ എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ള സെയിം എക്സാമ്പിളാണ് ആർ ഈക്വൽ ടു 1 1 2 4 3 9. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് എലമെൻ്റായ 1 2 3, ഓക്കെ, ആ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിൽ ഇതാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് കണ്ട ഒരു ഫിഗർ ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്? ഡൊമെയിൻ എന്ന് പറയുന്നത്. ദെൻ എന്താണ് റേഞ്ച് എന്ന് നോക്കാം. ഫോർ എനി റിലേഷൻ ആർ ഫ്രം എ ടു ബി, ദി റേഞ്ച് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ദോസ് എലിമെൻറ്റ്സ് ബി ബിലോങ് ടു ക്യാപിറ്റൽ ബി സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ് ടു ആർ ഫോർ സം എ ബിലോങ് ടു ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡേർഡ് പെയർ എ ബിയിൽ ഫസ്റ്റ് വരുന്ന എലമെൻറ്റിനെ ഡൊമെയിൻ എന്ന് പഠിച്ചു. സെക്കൻഡ് വരുന്ന എലമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? റേഞ്ച് അഥവാ രംഗം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആർ എന്ന് പറയുന്ന റിലേഷൻ 1 1 2 4 3 9 എന്ന് എടുക്കുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് എലമെൻ്റായ 1 2 3 എന്നിവ ഡൊമെയിനിലുള്ള എലമെൻറ്റും സെക്കൻഡ് എലമെൻ്റായ 1 4 9 എന്നത് എന്താണ്? റേഞ്ചാണ്. ഓക്കെ, റേഞ്ച് സെറ്റിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 4 9 ഇവയാണ് റേഞ്ച് സെറ്റിൽ വരുന്നത്. അടുത്തത് നമുക്ക് കോഡൊമെയിൻ അഥവാ സഹമണ്ഡലം എന്താണെന്ന് നോക്കാം. ഫോർ എനി റിലേഷൻ ആർ ഫ്രം എ ടു ബി, ബി ഈസ് കോൾഡ് കോഡൊമെയിൻ ഓഫ് ആർ. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷനാണ് ആർ എന്ന് പറയുന്നത്. ദെൻ അതിലെ ബിയിനെയാണ് എന്ത് പറയുന്നത്? ഡൊമെയിൻ എന്ന്, കോഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബി എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? കോഡൊമെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റേഞ്ചും കോഡൊമെയിനും സെയിം ആണോ? അല്ല. റിലേഷനിൽ ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലിമെൻ്റ് ആണ് എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബി എന്ന് പറയുന്ന കംപ്ലീറ്റ് സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? കോഡൊമെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ സഹമണ്ഡലം എന്ന് പറയാം. റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോഡൊമെയിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? കോഡൊമെയിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഒരു ഫിഗർ എന്ന് പറയുന്നത്. എപ്പോഴും റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? കോഡൊമെയിൻ്റെ സബ്സെറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ. ദെൻ ഇനി കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത്, ഇഫ് മോഡുലസ് ഓഫ് എ ഈക്വൽ ടു എം, അതായത് മോഡുലസ് മീൻസ് അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഡയമെൻഷനാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം ആണ്. ദെൻ ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറയുന്നത് എൻ ആണ്. ദെൻ എ ക്രോസ് ബിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ബി ക്രോസ് എൻ്റെ ഡയമെൻഷന് ഈക്വൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം എൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എയിലുള്ള നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എമ്മും ബിയിലുള്ള നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എൻ ആണെങ്കിൽ എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും സെയിം നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആയിരിക്കും. എ ക്രോസ് എയും ബി ക്രോസ് എയും സെയിം ആവില്ല, പക്ഷേ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് എത്രയാണ്? എം ഇൻറ്റു എന്നിന് ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ആവണമെങ്കിൽ അവിടെ എയും ബിയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതുപോലെ എ ബി നോട്ട് ഈക്വൽ ടു നൾ സെറ്റ്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി വിച്ച് ഇംപ്ലൈസ് എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് സി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ, കാരണം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. എ എന്ന് പറയുന്നത് ബീൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, എ എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ക്രോസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ക്രോസ് സിയുടെ സബ്സെറ്റ് ആയിരിക്കും എന്നാണ് ഈ തേർഡ് റിസൾട്ടിൽ പറയുന്നത്. ദെൻ ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എ ക്രോസ് ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എ ക്രോസ് ബി വരും. ഓക്കെ, എ ക്രോസ് ബി വരും, ദെൻ യൂണിയൻ കൊടുക്കും. കണ്ടോ? എ ക്രോസ് ബി യൂണിയൻ, ദെൻ എ ക്രോസ് സി ചെയ്യും.
ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർത്ത് റിസൾട്ടിൽ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി ആണ്. അതുപോലെ തന്നെയാണ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. ഓക്കെ, എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി, അതാണ് ഫിഫ്ത്ത് റിസൾട്ടിൽ പറയുന്നത്. അടുത്ത റിസൾട്ട് നോക്കൂ, സിക്സ്ത് വൺ, എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ക്രോസ് ഡി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻ്റർസെക്ഷൻ സി ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ഡി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ക്രോസ് ഡി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻ്റർസെക്ഷൻ സി ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ഡി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ്, ഇഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എം. ഓക്കെ, അതായത് എ ഇൻ്റർസെക്ഷൻ ബിയിൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എം ആണെങ്കിൽ, എ ഇൻ്റർസെക്ഷൻ ബിയിൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എം ആണെങ്കിൽ, എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എയിലെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എം സ്ക്വയർ ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്, പഠിച്ചു വെക്കുക. എ ഇൻ്റർസെക്ഷൻ ബിയിൽ എം എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എയിലെ എം സ്ക്വയർ എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, then A is a subset of B and C is a subset of D, then A cross C is a subset of B cross D ആയിരിക്കും. ഇതും പഠിച്ചു വെച്ചോളൂ. ഓക്കെ, എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. അതുപോലെ സി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡി. ദെൻ എ ക്രോസ് സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിസൾട്ടുകളൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക. ഇനി അടുത്തത് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. ഓക്കെ, എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. എയിൽ നിന്ന് എയിലോട്ടുള്ള ബന്ധമാണ് 6. ഓക്കെ, എയിൽ നിന്ന് എയിലോട്ടുള്ള ബന്ധമാണ് 6 എന്ന് പറയുന്നത്. 6നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഓക്കെ, എങ്കിൽ 6ൻ്റെ മണ്ഡലം, രംഗം, സഹമണ്ഡലം, അതായത് ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ എന്നിവയാണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റാണ് തന്നിരിക്കുന്നത്. റിലേഷൻ എന്ന് പറയുന്നതാണ് എയിൽ നിന്ന് എയിലോട്ടുള്ള ബന്ധം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എക്സും വൈ എല്ലാം ഏതിലുള്ള എലമെൻ്റ് ആണ്? സെറ്റ് എയിലുള്ള എലമെൻ്റ് ആണ്. വൈനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. എക്സിനേക്കാൾ ഒന്ന് കൂടിയതാണ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. നോക്കൂ, എയിലുള്ള എലമെൻറ്റ്സ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് 6 ആയതുകൊണ്ട് തന്നെ എ ക്രോസ് എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? എ ക്രോസ് എയിൽ 36 എലമെൻറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, എയിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 6 ആണെങ്കിൽ എ ക്രോസ് എയിൽ 36 എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇതിൽ 6നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓർഡേർഡ് പെയർ എക്സ് വൈ അല്ലേ? എക്സ് വൈയിൽ എങ്ങനെയാണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? എക്സ് എന്ത് കൊടുത്തോ അതിനേക്കാളും ഒന്ന് കൂടുതലായിരിക്കണം വൈ എന്ന് പറയുന്നത്. എക്സും വൈയും എവിടെ ഉണ്ടായിരിക്കണം? എയിൽ ഉണ്ടായിരിക്കണം. എയിലെ എലമെൻറ്റ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എടുക്കാൻ നോക്കാം. ആദ്യം എക്സ് 1 എടുക്കുന്നു. അപ്പോൾ വൈ എന്ത് വരും? എക്സിനേക്കാൾ ഒന്ന് കൂട്ടിയത് അല്ലേ? 2 വരും. അപ്പോൾ ഓർഡേർഡ് പെയർ 1 2. ദെൻ അടുത്തത് എക്സ് 2 എടുക്കുന്നു. അപ്പോൾ വൈ എന്ത് വരും? 3 വരും. ഓക്കെ, അപ്പോൾ ഓർഡേർഡ് പെയർ 2 3. നെക്സ്റ്റ് എക്സ് 3 എടുത്താൽ വൈ എന്ത് വരും? 4 വരും. അപ്പോൾ ഓർഡേർഡ് പെയർ 3 4. നെക്സ്റ്റ് 4 5 എടുക്കുന്നു. അടുത്തത് 5 എടുത്ത നെക്സ്റ്റ് അടുത്ത എലമെൻറ്റ് 6 5 6. ഓർഡേർഡ് പെയർ 5 6 എടുക്കുന്നു. ഇനി 6 എടുത്താലോ? എക്സിന് വാല്യൂ 6 എടുത്താൽ വൈയുടെ വാല്യൂ എന്ത് വരും? 7 വരും. പക്ഷേ വൈ എവിടെ ഇല്ല? 7 എന്നുള്ള എലിമെൻ്റ് എവിടെയില്ല? എയിലില്ല. അപ്പോൾ ഇത്രയും മതി. ഓക്കെ, മനസ്സിലായല്ലോ. എയിൽ നിന്ന് എയിലോട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഡൊമൈനും റേഞ്ചും എല്ലാം എന്താണ്? ഏത് സെറ്റിലെ ആയിരിക്കും? ഏതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും? എയുടെ സബ്സെറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഓർഡേർഡ് പെയർ എക്സും വൈയും, അതിൽ എക്സും വൈയും എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? ഈ എയിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ റിലേഷൻ ഫൈൻഡ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ മണ്ഡലം അഥവാ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഫസ്റ്റ് എലമെൻറ്റ്സ് അല്ലേ? ഫസ്റ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഡൊമെയിൻ സെറ്റിൽ ഏതായിരിക്കും? സെറ്റ് 1 2 3 4 5. ഇനി റേഞ്ച് അഥവാ രംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് എലിമെൻറ്റ്സ് ആണ്. സെക്കൻഡ് എലിമെൻറ്റ്സ് ഇതിൽ ഏതാണ്? 2 3 4 5 6. ഓക്കെ, 2 3 4 5 6 ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൊമൈനും റേഞ്ചും ക്ലിയർ ആണല്ലോ. ഇനി സഹമണ്ഡലം അഥവാ കോ ഡൊമൈൻ എന്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടുള്ളൊരു റിലേഷൻ ആണെങ്കിൽ അതിൽ ബി എന്ന് പറയുന്ന സെറ്റിന് കംപ്ലീറ്റ് നമുക്ക് എന്ത് പറയാം? സഹമണ്ഡലം അഥവാ കോ ഡൊമൈൻ എന്ന് പറയാം. ഇവിടെ എയിൽ നിന്ന് എയിലോട്ടുള്ള റിലേഷൻ തന്നെയാണ്. അപ്പോൾ എ തന്നെയാണ് എന്ത് വരുന്നത്? കോ ഡൊമൈൻ അഥവാ സഹമണ്ഡലം വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 1 2 എങ്കിൽ എയിൽ നിന്നും ബിയിലോട്ടുള്ള ബന്ധങ്ങളുടെ എണ്ണം എത്ര? ഓക്കെ, എയിൽ നിന്നും ബിയിലോട്ടുള്ള റിലേഷൻസിൻ്റെ എണ്ണമാണ് കേട്ടോ. അപ്പോൾ ഈ ക്രോസ് പ്രോഡക്റ്റിലുള്ള നമ്പർ ഓഫ് എലിമെൻസിൻ്റെ എണ്ണം ഇത് തമ്മിൽ മാറിപ്പോവരുത്. ക്രോസ് പ്രോഡക്റ്റിൽ എങ്ങനെയായിരിക്കും? എയിലുള്ള എത്ര എലിമെൻസ് ഉണ്ടോ ബിയിൽ എത്ര എലിമെൻസ് ഉണ്ടോ അതിൻ്റെ പ്രോഡക്റ്റ് ആണ് എന്ത് ക്രോസ് പ്രോഡക്റ്റിലുള്ള നമ്പർ ഓഫ് എലിമെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ ഈ എൻ ഓഫ് എം എൻ ഓഫ് എ എന്ന് പറയുന്നത് എയിൽ എം എലിമെൻസും ബിയിൽ എൻ എലിമെൻസും ആണ് ഉള്ളതെങ്കിൽ ടോട്ടൽ റിലേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? 2/mn ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? 2/mൻ്റെ വാല്യൂ എത്രയാ? എയിൽ എത്ര എലിമെൻസ് ഉണ്ട്? 3 എലിമെൻസ് ഉണ്ട്. ബിയിൽ 2 എലിമെൻസ് ഉണ്ട്. അപ്പോൾ 2/3 × 2 ദാറ്റ് ഈസ് 2/6 ആണ്. 2/6 എന്ന് പറഞ്ഞാൽ എത്രയാ? 64 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ ചോദ്യം എന്താണ്? എയിൽ നിന്നും ബിയിലോട്ടുള്ള ബന്ധങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. എയിൽ നിന്നും ബിയിലോട്ടുള്ള ബന്ധങ്ങൾ എന്താണ്? 2/mn ആണ്. എം എന്ന് പറഞ്ഞാൽ എയിലുള്ള നമ്പർ ഓഫ് എലിമെൻസും എൻ എന്ന് പറഞ്ഞത് ബിയിലുള്ള നമ്പർ ഓഫ് എലിമെൻസ് ആണ്. അപ്പോൾ 2/6 വരും. 2/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കൂ. എ ഈക്വൽ ടു സെറ്റ് 1 2 ദെൻ എ ക്രോസ് എ. ഓക്കെ, അപ്പോൾ എ ക്രോസ് എ എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൽ ഓർഡേർഡ് പെയറിൽ എത്ര എലിമെൻറ്റ്സ് വരും? 3 എലിമെൻറ്റ്സ് വരും അല്ലേ. പെയേഴ്സ് ആയിട്ടല്ല, ട്രിപ്ലെറ്റ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നോക്കാം. അത് നമുക്ക് എ ക്രോസ് എ ഫൈൻഡ് ചെയ്യാം. എ ക്രോസ് എ എങ്ങനെയാണ്? എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലോട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ നോക്കൂ, 1 1 എടുക്കാം, 1 2 2 1 2 2. ഇതാണ് എ ക്രോസ് എയിലുള്ള എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 2നെ 1 2ലോട്ട് തന്നെയാണ് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്നത്. 1 2ഉം 1 2ഉം തമ്മിലാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 1നെ 1ലോട്ട് മാപ്പ് ചെയ്യണം, 1നെ 2ലോട്ട് മാപ്പ് ചെയ്യണം, അതുപോലെ 2നെ 1ലോട്ട് 2നെ 2ലോട്ട്. അങ്ങനെയാണ് എ ക്രോസ് ബി ഫൈൻഡ് ചെയ്യുന്നത്. ഇനി എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ ഏതുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യണം? സെറ്റ് 1 2 ആയിട്ട് അല്ലേ. സെറ്റ് 1 2 ആയിട്ട് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിലെ ഓരോ എലമെൻറ്റും ഇതിലെ എലമെൻ്റായിട്ട് നമ്മൾ പെയറിങ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 1 1 1 2 1 2 1 1 2 2 1 1 1 2 1 2 2 2 1 2 2 2 2. ഇങ്ങനെയാണ് എന്തിൽ വരുന്നത്? എ ക്രോസ് എയിലുള്ള എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും? നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. എൻ ഓഫ് എ ക്രോസ് ബി ക്രോസ് സിയിലെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എയിലുള്ള നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻറ്റു ബിയിലുള്ള നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻറ്റു സിയിലുള്ള നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. ഇവിടെ എ ക്രോസ് എ ആണ്. എയിൽ 2 എലിമെൻറ്റ്സ് ആയതുകൊണ്ട് 2 × 2 × 2. ഓക്കെ, ടോട്ടൽ 8 എലിമെൻറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് എ ക്രോസ് എ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ബന്ധമാണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ബന്ധമാണ് ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി വേർ എ ലെസ് ദാൻ ബി. ഓക്കെ, എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ബിനേക്കാൾ ലെസ് ആയിരിക്കണം. എ എന്ന് പറയുന്നത് സെറ്റ് 1 2 ആണ്, ബി എന്ന് പറയുന്നത് സെറ്റ് 2 3 ആണ്. എങ്കിൽ അതിൻ്റെ മണ്ഡലം, രംഗം, സഹമണ്ഡലം എന്നിവ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്ന്. ആദ്യം എ ക്രോസ് ബി ഫൈൻഡ് ചെയ്യുന്നു. എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് ആയിരിക്കും? 2 × 2 4 എലമെൻറ്റ്സ് ആണ് വരുന്നത് അല്ലേ. ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? 1 2 1 4 3 2 3 4. ഓക്കെ, 1 2 1 4 ദെൻ 3 2 3 4. ഇതാണ് എ ക്രോസ് ബിയിലുള്ളത്. ഇനി നമ്മുടെ റിലേഷൻ എങ്ങനെയാണ്? ഓർഡേർഡ് പെയർ എ ബി ആണ്. അതിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ബിനേക്കാളും ലെസ് ആയിരിക്കണം. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെല്ലാം ഓർഡേർഡ് പെയേഴ്സാണ് എ ക്രോസ് ബിയിലുള്ളത്? ആദ്യം 1 2 എടുക്കണോ? ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിനേക്കാളും ലെസ് ആണോ? അതെ, 1 2 എടുക്കാം. നെക്സ്റ്റ് 1 4 എടുക്കണോ? യെസ്, 1 4ഉം ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. കാരണം എ എന്ന് പറയുന്നത് ബിനേക്കാളും ലെസ് ആണ്. 3 2 എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. കാരണം എന്താണ്? ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റിനേക്കാളും ലെസ് ആയിരിക്കണം. ഇവിടെ എന്താണ്? ഗ്രേറ്റർ ആണ് അല്ലേ. അപ്പോൾ 3 2 എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് 3 4 ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റ് 4നേക്കാളും ലെസ് ആണ്. അപ്പോൾ 6നകത്ത് എത്ര എലമെൻറ്റ്സ് വന്നു? 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത് അല്ലേ. 1 2 1 4 3 4. ഇങ്ങനെ 3 എലമെൻറ്റ്സ് ആണ് റിലേഷനിൽ വന്നിരിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ റേഞ്ച് അഥവാ മണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് എലമെൻറ്റിലെ 6നകത്തുള്ള ഓർഡേർഡ് പെയർ എ ബിയിലെ ആ എ എന്ന് പറയുന്ന എലമെൻറ്റ്സ് ആണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമൈൻ സെറ്റിൽ ഏതൊക്കെയാണ്? 1 3 ആണ് വരുന്നത്. ഓക്കെ, 1ഉം 3ഉം. ദെൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻ്റ് ആണ്. സെക്കൻഡ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 4 3 ആണ്. ഓക്കെ, സെക്കൻഡ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 4 3 ആണ്. അതാണ് റേഞ്ചിൽ വരുന്നത്. സോറി, 2 4 3 അല്ല, 2 4.
ഓക്കെ, റേഞ്ച് സെറ്റിൽ വരുന്ന ഏതാണ്? 2, 4 ആണ് റേഞ്ച് സെറ്റിൽ വരുന്നത്. കോഡൊമൈനിലാണെങ്കിലോ ബിയിലുള്ള, ഇപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷൻ ആണെങ്കിൽ അതിൽ ബിയിലുള്ള എലിമെൻറ്റ്സ് ഉണ്ടല്ലോ, അതാണ് സഹമണ്ഡലം അല്ലെങ്കിൽ കോഡൊമൈനിൽ വരുന്നത്. ബിയിലുള്ള എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? 2, 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 5, ബി ഈക്വൽ ടു സെറ്റ് 4, 6, 9. ഓക്കെ, എ എന്ന് പറയുന്നത് 1, 2, 3, 5ഉം ബി എന്ന് പറയുന്നത് 4, 6, 9 ആണ്. എയിൽ നിന്ന് ബിയിലോട്ടുള്ള ബന്ധമാണ് 6 എന്ന് പറയുന്നത്. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ബന്ധമാണ് എന്ത്? 6 എന്ന് പറയുന്നത്. ദെൻ 6 നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യയാണ്. എ മൈനസ് ബി എന്തായിരിക്കണം? ഒരു ഒറ്റ സംഖ്യയാണ്. അതിൽ എ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ എ ബിയിലെ എ എന്ന് പറയുന്നത് സെറ്റ് എയിലെ എലമെൻറ്റും ഓർഡേർഡ് പെയർ എ ബിയിലെ ബി എന്ന് പറയുന്ന സെക്കൻഡ് എലമെൻറ്റ് സെറ്റ് ബിയിലുള്ള എലമെൻറ്റുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ബന്ധത്തെ പട്ടിക രീതിയിൽ എഴുതുക. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ബന്ധത്തെ പട്ടിക രീതിയിൽ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെറ്റ് എയും സെറ്റ് ബിയും ഉണ്ട്. ആദ്യം എ ക്രോസ് എയിൽ എലമെൻറ്റ്സ് ഫൈൻഡ് ചെയ്യണം. ദെൻ റിലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അതിൽ നിന്ന് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി ഫൈൻഡ് ചെയ്യാം. എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? എയിൽ 4ഉം ബിയിൽ 3ഉമാണ്. അപ്പോൾ 4 × 3 12 എലമെൻറ്റ്സ് ആണ് എ ക്രോസ് ബിയിൽ വരുന്നത്. ഓക്കെ, എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? 12 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതാണ് എ ക്രോസ് ബിയിലെ എലമെൻറ്റ്. ഇനി ഈ എലമെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അങ്ങനെ ഡയറക്റ്റും ചെയ്യാം കേട്ടോ. ഓർഡേർഡ് പെയർ എ ബി, എ മൈനസ് ബി ഒറ്റ സംഖ്യ ആയിട്ട് വരുന്ന ഓർഡേർഡ് പെയറിൽ 2 എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? ഒരു ഒറ്റ സംഖ്യ അഥവാ ഓഡ് നമ്പർ ആയിട്ടുള്ളതാണ് നമ്മൾ റിലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആദ്യം 1, 4 എടുക്കുന്നു. 1, 4 എടുക്കാൻ പറ്റുമോ? ഡിഫറൻസ് എത്രയാണ്? 3 വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഡിഫറൻസ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട. ഡിഫറൻസ് ഒരു ഒറ്റ സംഖ്യയാണോ നോക്കിയാൽ മതി. ഇവിടെ 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. ഓക്കെ, ആയതിനാൽ നമുക്ക് എന്ത് ചെയ്യാം? റേഞ്ച് സെറ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത് 2, 4 എടുക്കാൻ പറ്റില്ല അല്ലേ? കാരണം ഡിഫറൻസ് ഒരു ഈവൻ നമ്പറാണ്. 3, 4 അത് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം എന്താ? ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്, ഓഡ് നമ്പറാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? 5, 4 എടുക്കുന്നു. 5, 4 എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് 1 ആണ്. യെസ്, അതും ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത എലമെൻറ്റ് 1, 6 ആണ്. ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. അതും ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത എലമെൻറ്റ് 2, 6 ആണ്. ഡിഫറൻസ് എത്രയാ? 4 ആണ്. അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത എലമെൻറ്റ് 3, 6 ആണ്. അവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 3 ആണ് അല്ലേ? അതും ഒരു ഓഡ് നമ്പറാണ്. നെക്സ്റ്റ് 5, 6 ഡിഫറൻസ് 1 ആണ്. ഓക്കെ, അതും എന്ത് ചെയ്യാം? അതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് 1, 9 ഡിഫറൻസ് 8 വരും. 2, 9 എത്രയാ? 7 ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാം. 3, 9 പറ്റുമോ? പറ്റില്ല അല്ലേ? 6 ഡിഫറൻസ് വന്നു. 5, 9 എടുത്താലോ? 5, 9ൻ്റെ ഡിഫറൻസ് എത്രയാ? 4 ആണ്. അതും ഈവൻ നമ്പറാണ്. അപ്പോൾ ഓഡ് ഡിഫറൻസ് വരുന്ന ഓർഡേർഡ് പെയേഴ്സാണ് നമ്മൾ റിലേഷനിൽ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ റിലേഷനിൽ 1, 4, 3, 4, 5, 4, 1, 6, 3, 6, 5, 6, 2, 9 ഇത്രയും എലമെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2016 നടന്ന HSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ആർ സച്ച് ദാറ്റ് എക്സ് പ്ലസ് 3y ഈക്വൽ ടു 6 എന്നതൊരു എണ്ണൽ സംഖ്യാഗണത്തിൽ നിർവചിച്ചിട്ടുള്ളൊരു ബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 3y ഈക്വൽ ടു 6. അത് എണ്ണൽ സംഖ്യാഗണത്തിൽ, ഓക്കെ, എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിലേഷനാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ മണ്ഡലം ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ആറിൻ്റെ മണ്ഡലമാണ് ചോദിച്ചിരിക്കുന്നത്, അഥവാ ഡൊമെയിൻ. അപ്പോൾ നോക്കൂ, എക്സ് പ്ലസ് 3y ഈക്വൽ ടു 6 ആണെങ്കിൽ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 3y ഈക്വൽ ടു 6 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് എന്താണ്? വൈ എന്ന് പറയുന്നത് എന്താ? 2 മൈനസ് എക്സ് ബൈ 3 അല്ലേ വരുന്നത്? ഓക്കെ, 3y എന്ന് പറയുന്നത് 6 മൈനസ് എക്സ് വരും. ഓക്കെ, ദെൻ അതിൽ നിന്ന് വൈ എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? 6/3 മൈനസ് എക്സ് ബൈ 3 വരും. ഓക്കെ, 6/3 2 ആണ്. അങ്ങനെയാണ് നമുക്കിവിടെ y ഈക്വൽ ടു 2 മൈനസ് എക്സ് ബൈ 3 എന്ന് കിട്ടിയത്. ഓക്കെ, y ഈക്വൽ ടു 2 മൈനസ് എക്സ് ബൈ 3. ഇത്രയും ഓക്കെ ആണല്ലോ. ഇതിൽ എണ്ണൽ സംഖ്യാഗണത്തിൽ നിർവചിച്ചിട്ടുള്ള ഒരു ബന്ധമാണെന്ന് പറയുന്നുണ്ട് അല്ലേ? എണ്ണൽ സംഖ്യാഗണത്തിൽ നിർവചിച്ചിട്ടുള്ള ബന്ധമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ? എക്സും വൈയും എല്ലാം എന്തായിരിക്കും? എണ്ണൽ സംഖ്യ ആയിരിക്കും. അപ്പോൾ വൈ ഇവിടെ നമുക്കൊരു എണ്ണൽ സംഖ്യ കിട്ടണമെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 3 തന്നെ വരണ്ടേ? ഓക്കെ, എക്സ് 3 വരുന്ന സമയത്ത് വൈ എന്ത് കിട്ടും? 1 കിട്ടും. ക്ലിയർ ആണല്ലോ? എക്സിന് 3 അല്ലാത്ത ഏത് വാല്യൂ കൊടുത്താലും ഇവിടെ എന്താ വരുന്നത്? ഒരു ഫ്രാക്ഷൻ ആണ് വരുന്നത് അല്ലേ? ഒരു ഭിന്നസംഖ്യാ രൂപമാണ് വരുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ എക്സ് 3 ആകുമ്പോൾ മാത്രമാണ് വൈ എന്ത് വരുന്ന ഒരു എണ്ണൽ സംഖ്യ വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സിന് വാല്യൂ
3ഉം അതുപോലെ വൈക്ക് വാല്യൂ 1ഉം ആയിരിക്കണം. ഓക്കെ, എക്സിന് 3യും വൈക്ക് വാല്യൂ 1ഉം വരുന്ന സമയത്താണ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആറിൻ്റെ വാല്യൂ റിലേഷൻ എന്ന് പറയുന്നത് എന്താ, ഓർഡേഡ് പെയർ 3-1 ആണ്. ഓക്കെ, വേറെ ഏതും ഓർഡേഡ് പെയറിലും എന്ത് വരുന്നില്ല, x + 3y = 6 എന്നത് ഒരു എണ്ണൽ സംഖ്യയിൽ നിർവചിച്ചിട്ടുള്ള ബന്ധത്തിൽ ഈ ഒരു അല്ലെങ്കിൽ ഈക്വേഷൻ എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ 3-1 ആണ്. അപ്പോൾ അതിലെ മണ്ഡലം അല്ലെങ്കിൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് വാല്യൂ ആണ് അല്ലേ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ് വരുന്നത്. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1ഉം. ക്ലിയർ ആണല്ലോ. അടുത്തൊരു ചോദ്യം നോക്കാം. A = സെറ്റ് 1 2 3, B = സെറ്റ് 3 4, C = സെറ്റ് 4 5 6. ഓക്കെ, എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. B എന്ന് പറയുന്നത് സെറ്റ് 3 4 ആണ്. C ആണെങ്കിലോ സെറ്റ് 4 5 6 ആണ്. ദെൻ A × B ഇൻ്റർസെക്ഷൻ A × C ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. A × B ഇൻ്റർസെക്ഷൻ A × C ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം A × B ഫൈൻഡ് ചെയ്യുന്നു. A × B എന്ന് പറഞ്ഞാൽ എന്താണ്, എയിലുള്ള എലമെൻറ്റും ബിയിലുള്ള എലമെൻറ്റും തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ടോട്ടലായിട്ട് എത്ര എലമെൻറ്റ്സ് വരും, 6 എലമെൻറ്റ്സ് ആണ് A × Bയിൽ വരുന്നത്. നെക്സ്റ്റ് A × C ഫൈൻഡ് ചെയ്യുന്നു. ഇതാണ് A × C. A × C എന്ന് പറഞ്ഞാൽ എയിലും സിയിലുള്ള എലമെൻറ്റ്സിനെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓരോന്നും പറയുന്നില്ല. അതായത് A × B എന്ന് പറഞ്ഞാൽ എന്താ, A × B എന്ന് പറഞ്ഞാൽ എയിലുള്ള ഓരോ എലമെൻറ്റും ബിയിലുള്ള എലമെൻറ്റായിട്ട് പെയർ ചെയ്യണം അല്ലേ. ഇപ്പോൾ 1 3 ആയിരിക്കണം, 1 4 ചെയ്യുന്നു. അടുത്ത എലമെൻറ്റ് 2 എടുക്കുന്നു, 2 3 ചെയ്യുന്നു, 2 4 ചെയ്യുന്നു. നെക്സ്റ്റ് 3 എടുത്തിട്ടുണ്ടെങ്കിൽ 3 3 3 4. ഇങ്ങനെയാണ് A × Bയിൽ എലമെൻറ്റ്സ് വരിക. അപ്പോൾ എയിലുള്ള ഓരോ എലമെൻറ്റും ബിയിലുള്ള എലമെൻറ്റായിട്ട് ഓർഡേഡ് പെയറിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൽ A × Cയും ഫൈൻഡ് ചെയ്യുന്നു. ഇനി എന്താണ്, A × B ഇൻ്റർസെക്ഷൻ A × C ആണ് അല്ലേ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് A × Bയിലും A × Cയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. ഇതിൽ കോമൺ ആയിട്ട് ഏതെല്ലാം വരുന്നുണ്ട്, ഓരോ എലമെൻറ്റായിട്ട് 1 3 വരുന്നുണ്ടോ നോക്കി. A × Bയിൽ 1 3 ഉണ്ട്. ഫസ്റ്റ് എലമെൻറ്റ് 1 3 എടുക്കുന്നു. ഈ 1 3ക്ക് ഈക്വൽ ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ, ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത എലമെൻറ്റ് 1 4 ആണ്. അപ്പോൾ 1 4 A × Bയിലുണ്ട്, അതുപോലെ A × Cയിലും 1 4 ഉണ്ട്. നെക്സ്റ്റോ അടുത്ത എലമെൻറ്റ് 2 3 ആണ്. 2 3 ഉണ്ടോ, ഓക്കെ 2 3 A × Cയിലില്ല. നെക്സ്റ്റ് 2 4 A × Cയിലുണ്ടോ, യെസ് 2 4 A × Cയിലുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യുന്നു. 3 3 ഇല്ല. 3 4ഓ, യെസ് 3 4ഉം രണ്ടിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് A × B ഇൻ്റർസെക്ഷൻ A × Cയിൽ ഏതെല്ലാം എലമെൻറ്റ്സ് വന്നു, ഓർഡേഡ് പെയർ 1 4 2 4 3 4. ഇത്രയും എലമെൻറ്റ്സ് ആണ് A × B ഇൻ്റർസെക്ഷൻ A × Cയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ റിലേഷൻസ് എന്ന ടോപ്പിക്കിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസും പ്രോബ്ലംസും ആണ് സോൾവ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്